നമസ്കാരം, ഞാൻ വിനീഷ് റോണി. ഇന്ന് പലതരത്തിലുള്ള ജോലി ചെയ്തും ബിസിനസ് ചെയ്തും നല്ല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കൃഷി എന്നത്, ഫാമിംഗ് എന്നത്. ഫാമിംഗ് വലിയ ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണോ? എന്നാൽ ഞാൻ പറയും അതേന്ന്. 1 ഏക്കർ ഭൂമി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 ഏക്കർ ഭൂമി ഇനി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രതിമാസം 1 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ല, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോക്കകത്ത് മുഴുവൻ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ചും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഏത് ക്രോപ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, 1 ഏക്കർ എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുടെ എടുക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യാവുന്നതുമാണ്. സോ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കോൺസെപ്റ്റിന്റെ പേരാണ്. ഈ കോൺസെപ്റ്റിന്റെ പേര് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നാണ്. IFS എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു സംവിധാനത്തിലെ മലയാളത്തിൽ നമ്മൾ സംയോജിത കൃഷി എന്നാണ് പറയാം. എന്താണ് സംയോജിത കൃഷി? ഒരേ സ്ഥലത്ത് വിവിധ വിളകളും മൃഗ പരിപാലനവും നടത്തുന്ന ഒരു പ്രോസസ്. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ അത് ഉറപ്പാക്കുകയാണ്. അതുപോലെ ചെലവ് കുറയ്ക്കാനും ഉൽപാദനം കൂട്ടാനും ഇത് സഹായിക്കും. കേരളത്തിലെ വിപണിയിൽ വലിയ സാധ്യതകൾ ഇതിനുണ്ട്. മണ്ണിലെ പോഷകങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ബെനിഫിറ്റുകൾ അടങ്ങിയ ഒരു മെത്തേഡാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്ഥലം വിഭജനമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ കയ്യിൽ 1 ഏക്കർ ലാൻഡാണ് ഉള്ളത്. ഈ 1 ഏക്കർ ലാൻഡിനെ നമ്മൾ പല തരത്തിൽ നമ്മൾ വിഭജിക്കണം. പ്രത്യേകം പറയുന്നു, 1 ഏക്കർ ലാൻഡിൽ നിങ്ങളുടെ വീട് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഒരു 10 സെന്റിൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ബാക്കിയുള്ള 90 സെന്റിലായിരിക്കണം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, എന്തിനാണ് വീട് കൂടി അവിടെ ഉൾപ്പെടുത്തുന്നത്? വീടുണ്ടാവുമ്പോൾ, നമ്മൾ അവിടെ താമസം ഉണ്ടാവുമ്പോൾ ആ 1 ഏക്കർ ലാൻഡ് ആക്റ്റീവായിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ അവിടെയല്ല താമസിക്കുന്നത്, വേറെ എവിടെയോ ആണ് താമസിക്കുന്നത്. നമ്മൾ ഈ 1 ഏക്കർ ലാൻഡിനെ നമ്മളെ കണ്ണിലെ കൃഷ്ണമണീനെ നോക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇതാവുമ്പോൾ നമ്മൾ 1 ഏക്കർ ലാൻഡിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങും, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും. കാരണം അവിടെ ഒരു മാവ് നട്ടു, അതിൽ മാങ്ങ കായ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ ഒരു പേരമരം ഉണ്ട്, അതിനകത്ത് പേരയ്ക്ക ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മീനുകൾ വളർന്ന് വലുതായിട്ട് അതിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ കുറേ ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ വീടുണ്ടായി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്. സോ ഓരോ കാര്യങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ അതിന് ക്രോപ്സിനായിട്ട് ഒരു സോൺ, അവിടെ പച്ചക്കറികൾ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പഴവർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് വേണം ഒരു സൈഡിൽ. അപ്പോൾ അതൊരു 90 സെന്റ് ലാൻഡ് ഉണ്ട്. 90 സെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു 50 സെന്റ് ലാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 40 സെന്റ് ലാൻഡ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവിടെ പച്ചക്കറികൾ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പഴവർഗ്ഗം ഇതെല്ലാം വേണം. തെങ്ങും വേണം, കവുങ്ങും വേണം, കുരുമുളകും വേണം. മറ്റുള്ള റബ്ബറിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റബ്ബറിന് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലം വേറെ തന്നെ സെപ്പറേറ്റ് വേണം. അതുകൊണ്ട് റബ്ബർ ഇതിനകത്ത് വേണ്ട. കവുങ്ങ് നല്ലതാണ്, നല്ലൊരു കൂളിംഗ് നമുക്ക് അവിടെ കിട്ടും. പ്രകൃതിയിൽ ഒരു ഭയങ്കര ഒരു തണുപ്പും എല്ലാം ഫീൽ ചെയ്യും. കവുങ്ങ് ബെറ്റർ ആണ്. അതുപോലെ തന്നെ റവന്യൂ മോഡലിൽ നോക്കുകയാണെങ്കിൽ കവുങ്ങിൽ നിന്നും അടക്കയിൽ നിന്നും നല്ല റവന്യൂ ഉണ്ട്. പിന്നെ തെങ്ങ് നമുക്ക് ആവശ്യമാണ്, ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കുരുമുളക് ലോങ് ടേമിലേക്ക് നല്ല പ്രോഫിറ്റ് വരുന്ന ഒരു ക്രോപ്സ് ആണ്. പിന്നെ പഴവർഗ്ഗങ്ങൾ നമുക്ക് ലോക്കൽ മാർക്കറ്റിലൊക്കെ നമുക്ക് കൊടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ആനിമൽ യൂണിറ്റ്സിന് കുറച്ചുകൂടി സ്ഥലം നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്ക് കോഴി വളർത്താം, ആവശ്യമുള്ളവർക്ക് കോഴി വളർത്താം. കോഴീനെ ഇപ്പൊ താല്പര്യമില്ലാത്തവർക്ക് ആട് വളർത്താം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നു, ഞാനിങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ മനസ്സിൽ എന്തായാലും വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു കണ്ടന്റ് ആയിട്ട് മാറുന്നത്. കാരണം നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനകത്ത് വന്ന കുറച്ച് ഐഡിയകൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ, ആളും ഇതേപോലെ തന്നെ ഫൈനാൻസ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ആൾക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു ഫീൽഡിൽ പോകാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഫാമിംഗ് മേഖലയിലേക്കാണ് നമ്മളുടെ ഫോക്കസ്. സോ ഈ കോഴി വളർത്തൽ മാറ്റി നമുക്ക് വേണമെങ്കിൽ അവിടെ ആട് വളർത്താം, ഗോഡ് ഫാമിംഗ് നമ്മൾ നടത്താം. അതോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മത്സ്യകൃഷി, ഫിഷ് ഫാമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഫിഷ് പോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു ലാൻഡ് കുറച്ച് ഭാഗം അതിനായിട്ട് മാറ്റി വെക്കാം. അടുത്തതാണ് തൈകൾ വിൽക്കാനുള്ള ഒരു സ്ഥലം, കമ്പോസ്റ്റ് യൂണിറ്റ്, തൈകൾ വിൽക്കാൻ, നഴ്സറി. അപ്പൊ നമ്മൾ ഇവിടെ പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറികളുടെ വിത്തൊക്കെ നമുക്ക് നട്ട് അത് വലുതാക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഈ പറഞ്ഞ കുരുമുളക് ആണെങ്കിൽ പോലും പല വേരിയന്റ് ഉണ്ട്. ഈ കുരുമുളകിനൊക്കെ ഭയങ്കരമായി തൈകൾക്ക് ഭയങ്കര റേറ്റ് ആണ്. അപ്പൊ അത് തൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഇനം തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു
ലൊക്കേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പച്ചക്കറികൾക്കുള്ള തൈകൾ, അതുപോലെ തന്നെ കവുങ്ങിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, എല്ലാത്തിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കാം. ഒരു നഴ്സറി യൂണിറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കാം. അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ഏരിയ അത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കമ്പോസ്റ്റ് സെല് ചെയ്യാൻ പറ്റും, തൈകൾ സെല് ചെയ്യാൻ പറ്റും. ആനിമൽ യൂണിറ്റ്സ് ആടിനെയാണ് ആട്, കോഴിയാണ് കോഴിയെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. മത്സ്യകൃഷി നടത്തി കഴിഞ്ഞാൽ മത്സ്യം നമുക്ക് കൊടുക്കാൻ പറ്റും, പച്ചക്കറികൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ലാൻഡിനെ മൊത്തം യൂട്ടിലൈസ് ചെയ്യാം. ഒരു 1 ഏക്കർ ലാൻഡിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നമ്മൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുമാന മാർഗ്ഗങ്ങൾ, മന്ത്ലി ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ പച്ചക്കറി വിൽപ്പന, പച്ചക്കറി അത്യാവശ്യം നമുക്ക് ചീര നടാൻ പറ്റും, വെണ്ടയ്ക്ക നടാൻ പറ്റും, പയർ നമുക്ക് നടാൻ പറ്റും, ഇതൊക്കെ നമുക്ക് നടാൻ പറ്റും. നമ്മൾ നടുന്ന വാഴക്കൊമ്പുണ്ടല്ലോ, അതുപോലെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചെണ്ണം ഒരുപാടെണ്ണം ഒരു ഐറ്റം ഒരുപാടെണ്ണം വരുമ്പോഴാണ് അതിന് നമുക്കൊരു ഡിമാൻഡ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ചെണ്ണം മാത്രമേ നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ നമ്മുടെ കുറച്ചെണ്ണം മാത്രമേ ഇപ്പോൾ വാഴക്കൊമ്പ് ഒരു 10 ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 5 കിലോ പയറുണ്ട്, കുറച്ച് വെണ്ടയ്ക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി മുരിങ്ങ ഉണ്ടല്ലോ, നമുക്ക് മുരിങ്ങ കോല് കൊടുക്കാം, മുരിങ്ങ ഇല മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം, മുരിങ്ങയുടെ പൂവുണ്ട് അത് കൊടുക്കാം. പിന്നെ എല്ലാ സാധനവും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ പച്ചക്കറി വിൽപ്പന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി വൺസ് ഇപ്പൊ സൺഡേസിലൊക്കെ നമുക്ക് കൊടുക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഈവനിങ് ടൈമിൽ ഇപ്പോൾ എല്ലാ ജോലിക്കാരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു 5 മണി 6 മണിക്കിടയിൽ നമ്മുടെ ലോക്കൽ ടൗൺ ഉണ്ടല്ലോ, ബസ്സൊക്കെ വന്ന് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്, ആ ഒരു ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും വണ്ടിയും വെച്ചിട്ട് നമുക്ക് ഒരു ഏരിയ എടുത്തിട്ട് ആ ഒരു ഏരിയ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഫാമിന്റെ പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഹൈഡ്രോപോണിക്സ് കൃഷി രീതികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2, കോഴിമുട്ട ഇറച്ചി. ഇപ്പൊ കോഴിയാണ് വളർത്തുന്നെങ്കിൽ കോഴിമുട്ട കൊടുക്കാം, നമുക്ക് ഇറച്ചി കൊടുക്കാം, കോഴിയുടെ ഇറച്ചി. അപ്പൊ ഇതൊക്കെ നമുക്ക് സെല്ല് ചെയ്ത് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഡെയിലി റവന്യൂ ആണ്. പിന്നെ അതുപോലെ സീസണൽ ആവശ്യമുണ്ട്, ആൾക്കാർ ഡയറക്റ്റ് ഫാമിൽ വന്നിട്ട് വാങ്ങിക്കും. നാടൻ കോഴിക്ക് ഭയങ്കര ഡിമാൻഡാണ്. നാടൻ കോഴി ഒരു ലോങ് ടേമിലേക്ക് നിൽക്കും. മറ്റുള്ള കോഴി പോലെയല്ല നാടൻ കോഴി, കുറെ കാലം നിലനിൽക്കും. മറ്റു കോഴിയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിനൊരു ഡേറ്റ് കഴിയുന്നതിലൂടെ അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി കൊണ്ടുപോകണം. അത് നമുക്ക് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാമിൽ നാടൻ കോഴിയാണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അത് നാടൻ കോഴിമുട്ടയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നാടൻ കോഴികൾക്കിടയിൽ നമുക്ക് വേണം കരിങ്കോഴികളെ കുറിച്ച് വളർത്താൻ പറ്റും. നഴ്സറി ആൻഡ് കമ്പോസ്റ്റ് സെഷൻ ഇല്ലേ, അവിടെ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പലരും തൈകൾക്ക് വേണ്ടിയിട്ട് വരും, കുരുമുളകിന്റെ, തെങ്ങിന്റെ, കവുങ്ങിന്റെ ഒക്കെ തൈകൾക്ക് വേണ്ടിയിട്ട്, പച്ചക്കറി തൈകൾക്കൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവർക്ക് ലൈവായിട്ട് നമുക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫാമിലും നമുക്കത് കൃഷി ചെയ്യാം, ഒപ്പം തന്നെ ആൾക്കാർക്കും കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫാമിൽ നിന്ന് കൃഷി ചെയ്യുമ്പോൾ ഒരാൾ ചോദിക്കും ഇതിന്റെ വിത്ത് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇതിന്റെ തൈകളുണ്ട്, നമ്മുടെ ഫാമിൽ വന്ന് ഇങ്ങനെ നേരിട്ട് വാങ്ങിക്കാം. ഇനി നമുക്ക് പറയാം കോഴിയെ നമുക്ക് കൊടുക്കാണ്. അപ്പൊ അതിന്റെ കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ കിട്ടും, കോഴിമുട്ട കിട്ടും. നമുക്ക് പറയാം പലരും അന്വേഷിച്ച് വരും. അപ്പൊ അന്വേഷിച്ച് വരുന്ന ഒരു 100 ക്ലൈന്റ് നമുക്ക് ഉണ്ടായാൽ മതി. അടുത്താണ് പഴങ്ങളും കുരുമുളകും. സീസണൽ വരുമാനമാണിത്, എല്ലാ സമയത്തും ഉണ്ടാവില്ല. പഴങ്ങൾ ഓരോ സീസൺ അനുസരിച്ച് പഴങ്ങൾ, ഇപ്പൊ പേരക്കയാണെങ്കിലും ചാമ്പങ്ങയാണെങ്കിലും അല്ലെങ്കിലും ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് വെച്ചിട്ട് ഒരുപാട് വാല്യൂ ആയിട്ട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഓർഗാനിക് ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള പഴങ്ങൾ ചെയ്യാൻ പറ്റും. ഏത്തക്ക ഒക്കെ അവിടുന്ന് ഉണ്ടാക്കി വാഴയിൽ നിന്ന് കുറെ നമുക്ക് സെല് ചെയ്യാൻ നമുക്ക് പറ്റും, പലതരത്തിലുള്ള ഇനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പേരക്കയൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ സപ്പോട്ടയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സപ്പോട്ട ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചാമ്പങ്ങ ചെയ്യാൻ പറ്റും, പേരക്ക ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ഫ്രൂട്ട് ഇനങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫ്രൂട്ട് ഇനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രൂട്ട് ഇനങ്ങളുണ്ട് പലതരത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള ലെവലിലുള്ള ഫ്രൂട്ട്സ് ആണ് ഏറ്റവും ട്രെൻഡിങ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതുവരെ എൻ്റെ നാട്ടിൽ എവിടെയും കാണാത്തൊരു സംഭവമാണ് ഈ ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കി എല്ലാം സെല്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ട് ബൾക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 1 കിലോ ഇത്ര എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. സപ്പോർട്ടൊക്കെ എപ്പോഴും നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് മാത്രം, ഈ ഫാഷൻ ഫ്രൂട്ട് മാത്രം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ അത് ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, അപ്പൊ അത് ഈ പഴങ്ങളും കുരുമുളകും ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ഇതിന്റെ നമുക്ക് ലാഭവും നഷ്ടവും നോക്കാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫീഡ് തീറ്റക്കായിട്ട് ഒരു 35,000 റുപ്പീസ് കോസ്റ്റ് വരും. ലേബറിന് ഒരു 20,000 വരും. ഇത് മന്ത്ലി എക്സ്പെൻസ് ആവട്ടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സീഡും വെള്ളത്തിന് വേണ്ടി ഒരു 10,000 രൂപ നമുക്ക് ചെലവ് വരും. കുറെ വിത്തുകൾ വേണമല്ലോ അതിനുവേണ്ടി. പിന്നെ മെയിൻ്റെനൻസിന് ഒരു 5,000 രൂപ നമുക്ക് ചെലവ് വരും. അല്ലറ ചില്ലറ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെലവ്. ഇത് മൊത്തം നമുക്ക് ഇത്രയും എമൗണ്ട് നമുക്ക് ചെലവ് വരും. ഇനി
നമുക്ക് അടുത്തത് വരുമാനം. വെജിറ്റബിൾ നിന്ന് അറൗണ്ട് 45,000, എഗ് ആൻഡ് മീറ്റിൽ നിന്ന് 60,000, അതേപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് ഒരു 35,000, ഡയറക്റ്റ് സെയിൽസിൽ നിന്ന് ഒരു 30,000 രൂപ. ഇങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു മാസം ഒരു 95,000 രൂപ മുതൽ 1,10,000 രൂപ വരെ ഒരു ലാൻഡിൽ നിന്ന് വരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഈ റവന്യൂ കിട്ടും. പക്ഷെ നമ്മളവിടെ വേണം 2 എംപ്ലോയീസിന് വേണം. ഇപ്പൊ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് 2 എംപ്ലോയീസിന് നമുക്ക് 10,000 വെച്ച് കൊടുക്കുന്ന 2 പേരെ വെക്കാം. നാട്ടിലുള്ള ആൾക്കാരെ നമുക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഒരാൾ വെക്കാം, നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ അങ്ങനെ വെക്കാം. പാർട്ട് ടൈം ജോലി വരെ, ഫുൾ ടൈം അല്ല, ഒരു പാർട്ട് ടൈം ജോലി വരെ രാവിലെ കുറച്ച് സമയം വൈകുന്നേരം കുറച്ച് സമയം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്കാം. പിന്നെ നിങ്ങളും പണിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തർക്കമൊന്നുമില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുമാനം ഉണ്ടാവും. 1 ഏക്കർ ലാൻഡ് മാത്രം മതി നമുക്ക് പൊന്നു വിളയിക്കാൻ വേണ്ടിയിട്ട്. അത് റിയാലിറ്റിയാണ്. പിന്നെ ആരുടെ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേൾക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഞാനാണെങ്കിൽ കൃഷി മേഖലയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ നാട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാം നഷ്ടമാണ്, ഇതൊന്നും കിട്ടാനില്ല. അവർ കാലകാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷമായിട്ട്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അവർ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ കൃഷിയാണ് ചെയ്യുന്നത്. അവർക്ക് എല്ലാ സംവിധാനങ്ങളും സെറ്റപ്പും ഉണ്ട്. അപ്പൊ നമ്മൾ കൃഷിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊന്നും ഒരു ലാഭവും ഇല്ല. പക്ഷെ അവർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അങ്ങനെയാണ് കർഷകരുടെ അവസ്ഥ. പിന്നെ കുറെ കർഷകരെങ്കിലും നഷ്ടത്തിലൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ അങ്ങനെ നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ വീടുണ്ട്, 1 ഏക്കറിൽ നമ്മുടെ വീടുണ്ട്, നമ്മളവിടെ ഉണ്ട്, നമ്മുടെ താമസമുണ്ട്, പിന്നെ നമ്മളുടെ ഓരോ ചെടികൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള മൃഗങ്ങൾക്കും എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ല. നമ്മൾ ഇല്ലാത്ത ഒരു ലൊക്കേഷനിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ്, നമ്മളെന്ന വ്യക്തി, നമ്മുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തുടങ്ങാൻ എന്തൊക്കെ വേണം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇനീഷ്യൽ സെറ്റപ്പ് ഒരു 8.5 ലക്ഷം രൂപയുടെ ചെലവ് നമുക്കുണ്ട് ഇനീഷ്യലി ഇത് സെറ്റപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലാൻഡ് വാങ്ങിക്കാനുള്ള കോസ്റ്റ്, നിങ്ങളുടെ വീട് പണിയാനുള്ള കോസ്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ചേർക്കാൻ പറ്റും. പിന്നെ വെള്ളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ടർ സപ്ലൈ ഉള്ള ഏരിയ, അതായത് വാട്ടർ നന്നായിട്ട് എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം അത്. ഒരിക്കലും വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം അവിടെ മൃഗങ്ങളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എല്ലാ ദിവസവും നനയ്ക്കണം. അങ്ങനെയുള്ള കുറെ കാര്യമുണ്ട്. റിക്വയർഡ് ഐറ്റംസിനെ കുറിച്ച് നോക്കാം. ഒന്ന് വേലി കെട്ടൽ, ഫെൻസിങ് ഇമ്പോർട്ടന്റ് ആണ്. 1 ഏക്കറും കംപ്ലീറ്റ് നമ്മൾ ഫെൻസിങ് നമ്മൾ ചെയ്യണം. 1 ഏക്കറും ഫെൻസിങ് ചെയ്യുന്നതിനോടൊപ്പം സ്ഥലത്തിന്റെ 4 മൂലയിൽ നമ്മൾ CCTV ക്യാമറകൾ വെക്കണം. ഓട്ടോമാറ്റഡ് ക്യാമറ 360 ഡിഗ്രിയിൽ റൺ ചെയ്യുന്ന ക്യാമറകൾ വെക്കണം. അതുപോലെ തന്നെ കോഴിക്കോട് കുളം, ഇപ്പോൾ പോണ്ട് ഷെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തെടുക്കണം. മീനിന് വേണ്ടി കുളം വേണം. അതുപോലെ തന്നെ കോഴിക്കൂടുകൾ, കോഴിയാണെങ്കിൽ ഇനി ആടിനും കൂട് വേണം. അങ്ങനെയുള്ള സംഭവം ഹൈടെക് കൂടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ നനയ്ക്കാനുള്ള സംവിധാനം നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കണം. ഒരു ടൈം ആകുമ്പോൾ വൈകുന്നേരം 5 മണി 6 മണി 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 3 മണി 4 മണിയാകുമ്പോഴേക്കും നമുക്ക് നനയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ സമയത്ത് മോട്ടർ ഓൺ ആവും, പമ്പ് വർക്ക് ചെയ്യും, കംപ്ലീറ്റ് സംഭവം നന തുടങ്ങും. അതേപോലെ തന്നെ രാവിലെ ഏത് സമയത്താണ് ആ സമയത്ത് തുടങ്ങും. അങ്ങനെ ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം നിങ്ങളുടെ മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ നടിയിൽ വസ്തുക്കൾ, പ്ലാന്റും മെറ്റീരിയൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം 1 by 1 ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളൊക്കെ വീടൊക്കെ പണിയുന്നില്ല എഞ്ചിനീയറിന് അടുത്തിരുന്ന്, അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറിന് അടുത്തിരുന്ന് പ്ലാൻ ചെയ്ത് ലാൻഡിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് മണ്ണിനെ ആദ്യം സ്ഥലം വായിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിൽ പോയിട്ട് മണ്ണെടുത്തൊരു സാമ്പിൾ എടുത്ത് അതിന് പരിശോധിച്ചിട്ട് ഗുണമുള്ള മണ്ണാണോ, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ, വെള്ളമുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ ലാൻഡ് വാങ്ങിക്കാവുള്ളൂ. അങ്ങനെ വാങ്ങിക്കുന്ന ലാൻഡിന് നിങ്ങൾക്ക് മോഹവില കൊടുത്ത് വാങ്ങിച്ചാലും പ്രശ്നമില്ല. കാരണം ഈ വെള്ളവും നല്ല മണ്ണും ഒക്കെ കിട്ടുന്ന ഒരു ലാൻഡ് ആണെങ്കിൽ മോഹവില കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലാൻഡ് വാങ്ങിക്കാം. കാരണം ഇത് നമ്മുടെ ലോങ് ടേമിലേക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് കാമാൻക്വൈറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനും അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനും പറ്റുന്ന നമ്മുടെ ഒരു സ്വർഗ്ഗലോകം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തന്നെ ചെയ്യണം. 2, സപ്പോർട്ടായിട്ടുള്ള ഓപ്ഷൻസ്. സർക്കാർ മുഴുവൻ സബ്സിഡിയാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള ലൈസൻസ് നിങ്ങൾക്ക് വേണ്ട. ഒരാളും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങളുടെ ലാൻഡിൽ 1 ഏക്കറിൽ വന്നിട്ട് കൊടി കുത്തി അവിടെ യൂണിയൻ ഉണ്ടാക്കാനോ കൊടി കുത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വരില്ല എന്നതാണ് 1. നമ്പർ 2, ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസുകളിലോ വലിയ സർക്കാരിന്റെ ഓഫീസുകളിലോ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇരുന്ന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കഷ്ടപ്പെടേണ്ട, അപ്രൂവലിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കൃഷിയാണ്. കൃഷിനെ അഗെയിൻസ്റ്റ് ആർക്കും ഒന്നും പറയാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ അടുത്ത് 4 കവുങ്ങ് വെക്കുന്നതിന് ഒരാളുടെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു മീൻ വളർത്തുന്നതിന് ഒരാളുടെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ 4 ആടിനെ വളർത്തുന്നതിന് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ കുറച്ച് വെണ്ട, ചീര അല്ലെങ്കിൽ പയറ് ഇതൊക്കെ നടുന്നതിന് ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വലിയ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ ജ്യൂസ് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ FSSAI
പ്രോസസ്സ് അതിൻ്റെ ലൈസൻസ് ആവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലും വാല്യൂ ആഡർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സപ്പോർട്ടീവ് ആണിത്. ഗവൺമെന്റിന്റെ ഫുള്ളി സപ്പോർട്ട്, കേരള ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ബാങ്ക് ലോണുകൾ ഇഷ്ടം പോലെ ലോണാണ്. അഗ്രികൾച്ചർ ലോൺ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ലോണുകളുണ്ട്. ഫാമൊക്കെ ചെയ്യുന്ന ഫാമിന് വേണ്ടിയിട്ടുള്ള അവിടെ എണ്ണം നോക്കിയിട്ട്, ആടാണെങ്കിലും കോഴിയാണെങ്കിലും എണ്ണം നോക്കിയിട്ട് നമുക്ക് പൈസ തരും സർക്കാർ. അത്രയും സബ്സിഡിയാണ് നമുക്ക് കിട്ടുന്നത്. കൃഷിഭവൻ, ഓരോ പഞ്ചായത്തിലും കൃഷിഭവൻ ഉണ്ട്. ആ കൃഷി ഓഫീസർ നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സപ്പോർട്ടും നമ്മുടെ ഫാമിൽ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്ന സർക്കാർ സിസ്റ്റം നമുക്കുണ്ട്. ഇൻഷുറൻസ്, ഫാമേഴ്സിന് സർക്കാരിന്റെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃഷി എന്ന് പറഞ്ഞ ഒരു ബൃഹത്തായ മേഖലയാണ്. ഒരുപാട് സബ്സിഡി ഉണ്ട്. ഈ വിളകൾക്കെല്ലാം ഇൻഷുറൻസ് പോലും എടുക്കാൻ പറ്റും. അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കുന്നതിൽ ഒരു തർക്കവുമില്ല. ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. അൺപ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ ഫാമിന് ഒരു പേരിടണം. നല്ല പേരായിരിക്കണം. എല്ലാവർക്കും ഒരു ക്യാച്ചി പേരായിരിക്കണം. ഏതൊരു സാധാരണക്കാരനും ഏത് ഹയർ ലെവലിലുള്ളവന് ഈസി ആയിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം. ആ പേര് ട്രേഡ് മാർക്ക് എടുക്കണം. അതിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങണം. ആ ഒരു പേരിന്റെ പേരിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് തുടങ്ങണം. ഡെയിലി കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യണം. ഒരാൾ നിങ്ങൾ തന്നെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക. ഒരു ദിവസം ഇന്നത്തെ നമ്മുടെ ഫിഷ് ഫാമിന്റെ ഫിഷിന്റെ അവസ്ഥ എന്താണ്, അവരൊക്കെ നന്നായിരിക്കുന്നു, ഇന്ന് നമ്മുടെ ആടുകൾ എങ്ങനെ ഇരിക്കുന്നു, ഇന്ന് നമ്മുടെ ചെടികൾ എങ്ങനെ ഇരിക്കുന്നു, ഇന്ന് നമ്മുടെ വെള്ളം, ഇന്ന് നമ്മൾ രാവിലെ എല്ലാ ചെടികൾക്ക് നനച്ചു, ചെടികളൊക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടായിരുന്ന ആടുകളൊക്കെ വലുതായിട്ടുണ്ട്, ആ 2 ആടുകൾ വലുതായിട്ടുണ്ട്, ഇവൻ ഇന്ന് കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചു കേട്ടോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഫുള്ളി അപ്ഡേറ്റഡ്. എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഇതിന്റെ കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. രാവിലെ ഉച്ചക്ക് വൈകുന്നേരം, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം, ഇങ്ങനെ റീലുകൾ പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. എന്തിനാണെന്നറിയോ? ഇത് ഇട്ടിട്ട് നമ്മളുടെ ഫാമിന് വലിയൊരു ഓഡിയൻസ്, ബാക്ക് എൻഡിൽ ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ലക്ഷക്കണക്കിന് ഓഡിയൻസ്. ഈ ഓഡിയൻസ് പിൽക്കാലത്ത് നമ്മുടെ കസ്റ്റമർ ആവുന്ന അവസ്ഥയിലേക്ക് വരും. ഇവർ അന്വേഷിച്ചു വരും. അപ്പൊ നമ്മുടെ പ്ലാന്റില്, നമ്മുടെ ഫാമില് നമ്മളിതാ പുതിയ ഇനം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് കൊണ്ടുവന്നിട്ടുണ്ട്? അത് കുരുമുളക് തൈകൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100 എണ്ണം മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, 1 ഏക്കർ ലാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര മാത്രമേ 100 എണ്ണം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ കുറെ ചീരയുണ്ട്, അതുപോലെ തന്നെ വഴുതനയുണ്ട്, അല്ലെങ്കിൽ വെണ്ടയ്ക്കയുണ്ട്, അല്ലെങ്കിൽ പയറുണ്ട്. എല്ലാത്തിന്റെയും വിത്തുകളുണ്ട്, എല്ലാത്തിന്റെയും തൈകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ട്. ആകെ 100 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് തന്നെ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവർ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് അവിടെ വരും. പിന്നെ അവിടെ ഫാമിലുള്ള അനിമൽസ് ആണെങ്കിൽ അതിനെ വാങ്ങിക്കാം. പാടിനെ ആണെങ്കിലും കോഴിയാണെങ്കിൽ അത് വാങ്ങിക്കാൻ ആൾക്കാർ വരും. കാരണം അവർക്കറിയാം ഇത് ഓർഗാനിക് ആണ്, ഫുള്ളി ഓർഗാനിക് ആണ്. അവിടെ ഉണ്ടായ ഇതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അത് കഴിക്കാനും അത് വാങ്ങിക്കാനും എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടും. സോ അപ്ഡേറ്റ് ആയിരിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബാക്കിയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സുഹൃത്തുക്കൾ. ഒരിക്കലും നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറത്താണ് ഈ ഒരു ലോകം എന്ന് പറയുന്നത്. ഒരിക്കലും വരുമാനം, പൈസ ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കരുത്. ഇത് ഞാൻ കാശ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ മൈൻഡ് നല്ല പവർഫുൾ ആവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും. ഈ മൊബൈൽ ഫോൺ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത് ഭയങ്കര സ്ട്രെസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മാറ്റി വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അടിപൊളി മാർഗ്ഗമാണ്. മാത്രമല്ല, നിങ്ങളുടെ ഹെൽത്തും ബെറ്റർ ആയിരിക്കും. നിങ്ങളൊരു തീരുമാനം എടുക്കുക, പുറമേ നിന്നുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ പറമ്പത്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് മാക്സിമം ഉപയോഗിക്കുക. മരച്ചീനി നടാം, ചേമ്പ് നടാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നട്ട് അതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു പാഠം ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഭൂമി മതി, വലിയ പദ്ധതി നമ്മുടെ ഉള്ളിൽ വേണം എന്നതാണ്. അല്ലാതെ വലിയ ഒരുപാട് ഭൂമി വേണം, എനിക്ക് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത്. ഒരുപാട് പണം വേണം, എനിക്ക് വലിയ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ന ചിന്താഗതി വേണം. ചെറിയ എന്ത് കാര്യവും വലിയ മൂല്യമുള്ളൊരു സംഭവമാണ്. അത് വെൽ പ്ലാൻ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു തർക്കമേ ഇല്ല. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഈ വീടിനെ ഉൾപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഫാമിൻ്റെ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൂടി ചെയ്യും ഭാവിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.